ശ്രീമദ് മഹാഭാഗവത നിത്യപാരായണ കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്ന് ദശമസ്കന്ധത്തിലെ 58-ാമത്തെ അധ്യായം. അഷ്ടമൈഷി കല്യാണം. ഭഗവാൻ മറ്റുള്ള ഭാര്യമാരെയൊക്കെ ഓരോരോ വിധത്തിൽ സ്വീകരിക്കുന്ന ഭാഗമാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥനാ ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുത്തരപവാർണവാത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി ഹൃദോസി മയാ നാദ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മതീയോയം സഫല സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദൂത്തമോത്തമ ശ്ലോക നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിംബരം തം നമാമി ഹരിംബരം. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം തത്സത്. ജന്മാദസ്യേതോന്മയാദിദളദശ്ചാദ്വേഷവിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഹ്യന്തേ സൂരയാ. തേജോ വാരിമൃതാ യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം. സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവതം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുത്തതേ പ്രമൃതി ശുശ്രൂഷുഭിക്ഷണാത്. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുഭമുഖാതമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഓം തത്സത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 58-ാം അധ്യായം. ഭഗവാൻ ഇപ്പോൾ 3 പത്നിമാരെ സ്വീകരിച്ചു. ഇപ്പോൾ വീണ്ടും മറ്റുള്ള 5 പത്നിമാരെ എപ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്നതൊക്കെയുള്ളതാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അത ദശമസ്കന്ധ 58-തമോധ്യായ. ശ്രീശുഗോവാച ഏകദാ പാണ്ഡവാൻ ദൃഷ്ടും പ്രതീതാൻ പുരുഷോത്തമാൻ ഇന്ദ്രപ്രസ്ഥം ഹൃദഃ ശ്രീമാൻ യുധാനാദിഭിർവൃത. ദൃഷ്ട്വാതമാഗതം പാർത്ഥ മുകുന്ദമഖിലേശ്വരം ഉത്തമസ്തൂര്യുഗ പ്രാണാമുഖ്യമിവാഗതം. പരിഷ്വജ്യാച്യുതം വീര അംഗസംഗഹതൈനസ സാനുരാഗസ്മിതം വക്ത്രം വീശതസ്യ മുദം യയോ. യുധിഷ്ഠിരസ്യ ഭീമസ്യ കൃത്വാ പാദാഭിവന്ദനം ഫാൽഗുനം പരിരഭ്യാത രമാഭ്യാം ചാഭിവന്ദിത. പരമാസന ആസീനം കൃഷ്ണ കൃഷ്ണമനിന്ദിത നവോഢ വ്രീഡിത കിഞ്ചിത് ശനൈരേത്യാഭ്യവന്ദത. തദൈവ സാത്വികി പാർത്ഥൈ പൂജിതശ്ചാഭിവന്ദിത നിശസാദാസനേന്യേ ച പൂജിതാ പര്യുപാസത. കൃതാം സമാഗത്യ കൃത്യാഭിവാദന തയാദിഹാഭ്രാതൃദിശാഭിരംഭിത
ആപൃഷ്ടവാംസ്താം കുശലം സഹൻ സ്നുഷാം പിതൃഷ്വസാരം പരിപൃഷ്ടബാന്ധവ समाह प्रेम वैक्लभ्य युद्धकण्ठासुलोचना स्मरन्ति तान् बहून् क्लेशान् क्लेशापायात्मदर्शनम् തദൈവ കുശലം നോ ഭൂത് സനാഥാസ്തേ കൃതാ വയം ജ്ഞാതീന്ന സ്മരദാ കൃഷ്ണ ഭ്രാതാ മേ പ്രേഷിതസ്ത്വയാ നദേസ്തി സ്വപരഭ്രാന്തിർ വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശിഷ്യത് ക്ലേശാൻ ഹംസി സ്തുതിസ്ഥിത युधिष्ठिरवाच किं न आचरितं श्रेयो न वेदाहमधीश्वर योगेश्वराणां दुर्दर्शो यन्नो दृष्टः कुमेधसाम् ഇതി വൈ വാർഷികാൻ മാസാൻ രാജ്ഞാ സ്വഭ്യർത്ഥിതഃ സുഖം ജനയന്നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭൂ ഓം ശ്രീകൃഷ്ണായ നമഃ. ഏകധാരതമാരുഹ്യ വിജയോ വാനരധ്വജം ഗാണ്ഡീവം ധനുരാധായ തൂണോ ചാക്ഷേ സായകോ सागं कृष्णेन सन्नद्धो विहर्तुं विपिनं वनं बहुव्याळमृगाकीर्णं प्राविशत् परवीरः തത്രാവിദ്യച്ചരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാൻ ശശശല്ലകാൻ. യുധിഷ്ഠിരന്റെ അഭ്യർത്ഥന പ്രകാരം ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നതും അവിടെ വെച്ച് അർജുനന്റെ കൂടെ നായാട്ടിന് പോകുന്നതുമൊക്കെയാണ് വർണ്ണിക്കുന്നത്. അവിടെ വെച്ചാണ് കാളിനിയെ കാണുന്നതും കാളിനിയെ തപസ് ചെയ്യുന്ന കാളിനി ഭഗവാനെ വരിക്കാൻ പ്രാർത്ഥിക്കുന്നതും ഒക്കെ. ഓം തത്സത്. താൻ നിന്നു കിങ്കരാരാജ്ഞി മേദ്യാൻ പർവണ്യുപാഗതേ തൃപ്പരീത പരിശ്രാന്തോ ബീഭത്സു യമുനാമകാത് तत्रोपस्पृश्य विशदं पीत्वा वारिमहारथो कृष्णौ ददृशदु कन्यां चरन्तीं चारुदर्शनाम् താമാസാദ്യ വരാരോഹാം സുദ്വിജാം രുചിരാനനാം വപ്രച്ഛ പ്രേഷിത സഖ്യാ ഫാൽഗുന പ്രമദോത്തമാം. ഒരു കന്യക ഇപ്പോൾ തപസ് ചെയ്യുന്നത് കണ്ടിട്ട് അർജുനൻ ചോദിക്കുകയാണ് ആരാണ്, എന്താണ്, എന്തിനാണ് തപസ് ചെയ്യുന്നത് എന്നൊക്കെ. കാത്വം കസ്യാസി ശുശ്രൂണി കുതോഷിക്കും ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ. कालिन्दीवाच अहं देवस्य सविदुर्दुहिता पदिमिच्छति विष्णुं वरेण्यं वरदं तपः परममास्थिता. നാന്യം പതിവൃണേ വീര തമൃതേ ശ്രീനികേതനം തുഷ്യതാ മേ സ ഭഗവാൻ മുകുന്ദോ അനാഥ സംശ്രയാ. മുകുന്ദോ അനാഥ എന്ന് പറഞ്ഞൂടാ, മുകുന്ദോനാഥ. പക്ഷെ എന്ന് പറയാൻ പാടില്ല, നൃത്തം തെറ്റുന്ന പറയും. മുകുന്ദോ മുകുന്ദോ നീട്ടിയിട്ട് തുഷ്യതാ മേ സ ഭഗവാൻ മുകുന്ദോ നാഥ സംശ്രയാ. ഓം ശ്രീകൃഷ്ണായ നമഃ. കാളിന്തി, ഞാൻ സൂര്യന്റെ പുത്രിയാണ്. ഭഗവാൻ എനിക്കൊരു പതി, ഭഗവാൻ തന്നെ പതിയായി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തപസ് ചെയ്യുകയാണ് എന്നൊക്കെ അർജുനനോട് പറയുകയാണ്. തൻ്റെ പേര് കാളിന്തി എന്നാണ് എന്നൊക്കെ. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്ര യാവദച്യുതദർശനം. तथा वदत् गुढाकेशो वासुदेवाय सोऽभिष्टां रथमारोह्य तद्विद्वान् धर्मराजमुपागमत्. യഥൈവ കൃഷ്ണസന്ദിഷ്ടഃ പാർത്ഥാനാം പരമാദ്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ. ശ്രീകൃഷ്ണ ഭഗവാൻ ആ കന്യകയെ സ്വീകരിക്കുകയാണ്. ഭഗവാൻ തത്ര നിവസാൻ സ്വാനാം പ്രിയ ചികീർഷയാ അഗ്നയേ താണ്ഡവം ദാതും അർജുനസ്യാസ്യ സാരഥി. सोऽग्नि स्तुष्टो धनुरध्यादयान् छेदान् रथन्नृवार्जुनाय क्षयो तूणौ वर्म चाभेद्यमस्त्रिः. മയശ്ച മോചിതോ വന്നേ സഭാം സഖ്യ ഉപാഹരത് യസ്മിൻ ദുര്യോധനസ്യാസി ജലസ്ഥല ദൃശിഭ്രമാ. ഗാണ്ഡവവനം ദഹിപ്പിക്കുവാൻ ശ്രീകൃഷ്ണ ഭഗവാനാൽ അർജുനൻ ചെയ്യുകയും അപ്രകാരം വധിക്കുന്നതിൽ നിന്നും മയനെ മോചിപ്പിച്ച് മയൻ ചിത്രം
അവിടെ ഒരു അതിമനോഹരമായിട്ടുള്ള സഭാമണ്ഡലം, വെള്ളവും കരയും മനസ്സിലാകാത്ത വിധമുള്ള ഒരു സഭാമണ്ഡലം നിർമ്മിച്ചു കൊടുക്കുന്നതുമൊക്കെയാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സദേന സമനുജ്ഞാത സുഹൃത്തിച്ചാനുമോദിത ആയേയ ഉദ്വാരകാംബൂയ സാത്യകി പ്രമുഖേ വൃത അധോപയേ മേ കാളിന്റെയും സുപുണ്യത്യക്ഷ ഊർജിതേ വിതന്വൻ പരമാനന്ദം സ്വാന പരമമംഗളം. വിന്ദാനുവിന്ദാവാവന്ദ്യോ ദുര്യോധനവസാനുഗൗ സ്വയംവരേ സ്വഭഗിനീം കൃഷ്ണേ സക്താം നിഷേദതാം. രാജാതിദേവ്യാർത്തനയാം മിത്രവിന്ദാം വിദൃശുഷു പ്രസഖ്യ കൃതവാൻ കൃഷ്ണോ രാജൻ രാജ്ഞാം പ്രപശ്യതാം. കൃഷ്ണജിന്നാമ കൗസല്യ ആസീത് രാജാതിധാർമ്മിക തസ്യ സത്യാഭവത് കന്യാ ദേവി നാഗ്നജിതി നൃപാ. നദാംശേ കുർനൃപാ ഗോതുമജിത്വാ സപ്തഗോ വൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർദർശാൻ വീരഗന്ധാസഹാൻ ഖലാൻ. മറ്റുള്ള ഭാര്യമാർ മിത്രവിന്ദ, സത്യ, ലക്ഷണ അങ്ങനെയുള്ള എല്ലാ ഭാര്യമാരെയും ഭഗവാൻ പാരായണം ചെയ്യുന്നതാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താം ശ്രുത്വാംശജില്ലഭ്യാം ഭഗവാൻ സാത്വതാംബതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹദാവൃത. സ കൗസല്യവതി പ്രീത കൗസലപതിം പ്രീത പ്രത്യുത്ഥാനാസനാദിഭി അർഹണേനാഭി ഗുരുണാ പൂജയൻ പ്രതിനന്ദിത. വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാ ചമകേ രമാപതിം ഭൂയാദയം മേ പതിരാശിഷോമലാ കരോതു സത്യായതി മേ ധൃതോ വ്രതൈ. ഓം ശ്രീകൃഷ്ണായ നമഃ. യത്പാദപങ്കജലജ ശിരസാ വിവർത്തി ശ്രീരജസഗിരിശ സഹലോകപാലേ ലീലാധനുസ്വകൃതസേതു പരീപ്സയേശ കാലേ തദത്സ ഭഗവാൻ മമ കേന തുഷ്യേത്. അച്യുതം പുനരിത്യാഹ നാരായണ ലോകനാഥ ആത്മാനന്ദേന പൂർണ്ണസ്യ കരവാണി നമുക്ക് ജഗൽപദ എന്നുള്ളത്. കിമൽപക. ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീസുഗവാച തമാഹ ഭഗവാൻ ഹൃഷ്ടകൃദാസന പരിഗ്രഹ മേഘഗംഭീരയാ വാചാ സസ്മിതം കുരുനന്ദന. ശ്രീഭഗവാനുവാച നരേന്ദ്രയാജ്ഞാ കവിഭിർവികർഹിത രാജന്യബന്ധോ നിജധർമ്മവർത്തിന തഥാഭിയാജേ തവ സൗഹൃദേച്ഛയ കന്യാം തുരീയാം നഹി ശുൽക്കദാവയം. രാജോവാച പുണ്യസ്തോ നാഥ കന്യാവരൈഹേപ്സിത ഗുണൈകധാമ്നോ യസ്യാംഗേ ശ്രീയർവ സത്യനപായിനി. കിന്ത്വസ്മാഭിः കൃതപൂർവം സമയസ്സാത്വദർശഭ പുംസാം വീരപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ. സപ്തൈതി ഗോവൃഷാ വീര ദുർധാന്താ ദുരവഗ്രഹ ഏതേ ഭഗ്നാ സുബഹവോ ഭിന്നഗാത്രാ നൃപാത്മജ. യദി മേ നിഗൃഹീത ന്യുസ്തൈയൈവ സ്യുസ്ത്വയൈവ യദുനന്ദനാവരോ ഭവാനാഭിമതോ ദുഹിതോ മേ ശ്രിയപദേ. ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭു ആത്മാനം സപ്തധാ കൃത്വാ ന ഗൃഹ്ണാ ലീലയൈവ താൻ. ബദ്ധ്വാ കാന്താമഭിശൗരീർ ഭഗ്നദർപ്പാൻ ഹതൗജസാ വ്യകർഷിർലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാന്യതാ. തതപ്രീതസ്വതാം രാജാ ദദോ കൃഷ്ണായ വിസ്മിതാ താം പ്രത്യഗൃഹ്ണാത് ഭഗവാൻ വിധിവത് സദൃശീം പ്രഭോ. രാജപത്ന്യശ്ച ദുഹിതു കൃഷ്ണം ലബ്ധ്വാ പ്രിയം പതിം ലേഭിരേ പരമാനന്ദം ജാതശ്ച പരമോത്സവ. ശംഖഭേര്യാനഘാനേ ദുർഗീതവാദ്യ ദ്വിജാസിഷ നരാനാദ്യ പ്രമുദിത സുവാസസ്വകലങ്കൃത. ദശധേനു സഹസ്രാണി പാരിബർഹ മദാദ്വിഭൂ യുവതീനാം ത്രിസഹസ്രം നിഷ്കഗ്രീവ സുവാസസാ. നവനാഗസഹസ്രാണി നാഗാച്ഛദഗുണാൻ രഥാൻ രഥാച്ഛദഗുണാൻ അശ്വാന ശ്വാച്ഛദഗുണാൻ നരാൻ.
ശ്രീകൃഷ്ണായ നമഃ. ദമ്പതീരഥമാരോപ്യ മഹത്യാസേനയാ വൃതോ സ്നേഹപ്രക്ലിന്ന ഹൃദയോ യാപയാമാസ കോശല. ശ്രുത്വൈതരുരുധുർഭൂപ നയന്തം പതികന്യകാ ഭഗ്നവീര്യ സുദുർമർഷ യദുർഗോവ്യസൈ പുരാ. താനസ്യ ദശരഭ്രാതാൻ ബന്ധുപ്രിയകൃതർജുന ഗാണ്ഡീവീ കാലയാമാസ സിംഹക്ഷുദ്രമൃഗാനിവ. പാരിബർഹമുപാകൃത്യ ദ്വാരകാമേത്യ സത്യയാ രേമേ യദുനാമൃഷഭോ ഭഗവാൻ ദേവകീസുതാ. സുതകീർത്തെ സുതാം ഭദ്രാ ഉപയേമേ വിദൃശതു കൈകേയീം ഭാതൃവിദ്ധത്താം കൃഷ്ണ സന്ദർഭനാന്തിഭി. സുധാം ച മദ്രാധിപതേർലക്ഷ്മണാം ലക്ഷണൈർയുധാം സ്വയംവരേ ജഹാരൈകാ സുവർണസുധാമിവ. ഓം തത്സത്. ഒരു പത്നിയുടേത് മാത്രം വിശദമായിട്ട് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം ചുരുക്കി പറയുകയാണ്. 11ാമത്തെ സ്കന്ധത്തിൽ ഭഗവാൻ ആ തീർത്ഥയാത്ര പോകുമ്പോൾ ഈ മറ്റുള്ള പത്നിമാരുടെ വിവാഹം പാഞ്ചാലി ദേവി ചോദിക്കുമ്പോൾ മറുപടിയായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഓം തത്സത്. സുധാം ച മാധ്രാധി എല്ലാവരും സുധാം മാധ്രാധിപതേഷു ലക്ഷ്മണാം ലക്ഷണേര്യുധാം സ്വയംവരേ ജഹാരൈക സുവർണസുധാമിവ. അന്യാശ്ചൈവം വിദാ ഭാര്യ കൃഷ്ണസ്യാസ്യൻ സഹസ്രശാ ഭൗമം ഹത്വാ തന്നിരോധാത് അഹൃതാചാരുദർശന. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ അഷ്ടമഹിഷ്യുദ്യാഹോ നാമ അഷ്ടാപഞ്ചാശത്തമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത സ്തോത്രത്തോടുകൂടി ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുകയാണ്. ഓം തത്സത്. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത. ഗതിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദരഹരി തുളസീ ദാമോദര ദേവാ ജയ ജയ ഭാഗവത. ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവജന ദേവാ ജയ ജയ ഭാഗവത. നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടതിരീകൃത സുധിവര ശുഭ ഫലദ ദേവാ ജയ ജയ ഭാഗവത. പൂന്ദാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരു മാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ഓ
തസ്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇന്നത്തെ ഭാഗവത പാരായണം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും നന്ദിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് സർവത്ര